നമ്മളിൽ പലരും മാറ്റ് ഫിനിഷ് ടൈല് യൂസ് ചെയ്യുന്നവരാണല്ലോ. പ്രത്യേകിച്ച് ഈ വൈറ്റ് കളറ്. അപ്പോൾ കുറച്ച് കാലം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അക്കിടി പറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലാവുന്നത്. കാരണം അത് ക്ലീൻ ആക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു ക്ലീനിങ് ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് ഇത് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫ്ലോർ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കളർ. പ്രത്യേകിച്ച് ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് മാറ്റ് ഫിനിഷും കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ കരിമ്പം പോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വൈറ്റ് മാറ്റ് ഫിനിഷ് ആകുമ്പോൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് മുഷിയും കേട്ടോ. കരിമ്പം തല്ലിയ പോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കും. അപ്പോൾ അത് ക്ലീൻ ആക്കാനാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്ലോറൊക്കെ ഡെയിലി ക്ലീൻ ആക്കുന്ന ആളാണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കിയില്ലെങ്കിലുണ്ടല്ലോ പിറ്റത്തെ ദിവസം ഇരട്ടി പണിയാണ്. അതുകൊണ്ട് മാക്സിമം ഞാനത് ക്ലീൻ ആക്കി കൊണ്ടുവന്ന് നടക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ അളവ് കപ്പ് ഇപ്പം എൻ്റെ കയ്യിലില്ല. എൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ടാട്ടോ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാളിപ്പോൾ ഞാൻ കാണിച്ചില്ല. ആ ഹാള് ഫുള്ള് ക്ലീൻ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ ഇത്. വിനാഗിരി വേണം, ഉജാല, ഉപ്പ്, സോഡാപ്പൊടി, നാരങ്ങ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2-3 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഭയങ്കര ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവം വേറെ ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. സോഡാപ്പൊടി ഒരു 2-3 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും ഇതുപോലെ തന്നെ നല്ല ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇവിടെ ഉജാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഉജാല വലിയ ക്ലീനിങ്ങിനല്ല, ഒരു പ്രത്യേക വെണ്മ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഒരു കളറിന് കുറച്ച് കൊടുക്കുന്നുള്ളൂ, ഒരു 2 തുള്ളി അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ കൊടുക്കുന്നത് നാരങ്ങയാണ്. ഈ പറഞ്ഞതുപോലെ നാരങ്ങ വളരെയധികം ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു നാരങ്ങയാണ് കൊടുക്കുന്നത്. ഒരു നാരങ്ങ ഫുള്ള് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരു മാറ്റുന്നുണ്ട്, എന്നിട്ട് ആ നീര് ജസ്റ്റ് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉജാല നമ്മൾ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പീച്ചി ഒഴിക്കുമ്പോൾ നമ്മുടെ മേത്താവാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ നീലം കളർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനെടുത്തപ്പോൾ എൻ്റെ കയ്യിലൊക്കെ നീലം കളർ ആയിട്ടുണ്ട്. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്, വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കഥാനി വെള്ളം രൂപത്തിൽ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ലിക്വിഡ് ഫോം ഉണ്ടല്ലോ, ഒരു കട്ടിയുള്ള ഒരു ഫോമാണല്ലോ അത് ഇതിലില്ല. കുറച്ചും കൂടി ലൈറ്റായിട്ടാണ്, നമ്മൾ വെള്ളത്തിലാണല്ലോ ഇത് ഒന്ന് കലക്കിയെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫ്ലോറിൻ്റെ ഇപ്പോഴത്തെ ലുക്കാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുവെ വീടിൻ്റെ അകത്ത് വൈറ്റ് ടൈലിടുന്നതിനോടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ചൂസ് ചെയ്തത്. പക്ഷേ മാറ്റ് ഫിനിഷ് ആയിപ്പോയി. മാറ്റ് ഫിനിഷ് നമ്മൾ എടുത്തത് ഈ വെള്ളം കിടന്ന് കഴിഞ്ഞാൽ തെന്നി വീഴൂല, ആ ഒരു ഇത് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളത് യൂസ് ചെയ്ത് കാലക്രമേണയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ വീട് പണിയുന്ന ആളുകളായിക്കോട്ടെ, ഇനി ഫ്യൂച്ചറിൽ പണിയാൻ പ്ലാൻ ഉള്ള ആളുകളായിക്കോട്ടെ, ഒരിക്കലും മാറ്റ് ഫിനിഷിൽ ഇതുപോലെ വൈറ്റ് കളർ എടുക്കരുത്. കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഡാർക്ക് കളർ പൊതുവേ വീടിൻ്റെ അകത്ത് ഇടട്ട അത്രയും നല്ല ഭംഗിയില്ല. അല്ലെങ്കിൽ ഗ്ലോസി ടൈപ്പിൽ വരുന്നുണ്ട് വൈറ്റ് കളർ, അത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മാർബിൾ, ഗ്രാനൈറ്റ് അങ്ങനെയുള്ളതൊക്കെ നോക്കാം കേട്ടോ. ഒരിക്കലും മാറ്റ് ഫിനിഷിൽ ഇതുപോലെ എടുക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. നമ്മളിപ്പോൾ ഇതിൽ കിടന്ന് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, അത് ഇനി നാളെ വേറെ ഒരാളും അതുപോലെ ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അതുപോലെ തന്നെ ബെഡ്റൂമിലാണെങ്കിലും ഈ സെയിം ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആകെ മുഷിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ടൈലൊക്കെ നല്ല നീറ്റായിട്ടാണെന്നൊക്കെ ഇങ്ങനെ തോന്നും. അത് ലോങ്ങിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ സൂം ചെയ്ത് അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഫ്ലോറിൻ്റെ വൃത്തി എന്താണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്, ഡെയിലി ക്ലീൻ ആക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ കറ പിടിച്ച പോലെ കിടക്കും. അത് ഈ ടൈലിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉരയ്ക്കുകയാണ്. നമ്മുടെ കയ്യിൽ സ്ക്രബ്ബറോ ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ച് കൊടുക്കാം. കുറച്ച് നേരം നമ്മളിങ്ങനെ കുഞ്ഞിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് ഇളകി പോരുള്ളൂ. അല്ലാണ്ട് വെറുതെ ക്ലീൻ ആക്കിയാലൊന്നും ഇങ്ങനെ ഇളകി പോരില്ല. കാരണം മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അതിപ്പോൾ ഈ ലെവലിൽ ഇട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ടാവും. എൻ്റെ അവസ്ഥയുള്ള ഒത്തിരി സ്ത്രീകളുണ്ടാവും. അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് ഉരച്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ഇങ്ങനെ ഇളകി ഇങ്ങനെ പോരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോൾ മാത്രമാണ് ഇപ്പോൾ ക്ലീൻ ആക്കി എടുക്കുന്നുള്ളൂ.
കാരണം നമ്മളിത് ഫ്ലോർ മൊത്തം ഈ രീതിയിൽ ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണീച്ച് നടക്കാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ റൂം മാത്രമാണ് ക്ലീൻ ആക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇരുന്ന് കൊണ്ട് ക്ലീൻ ആക്കാം. ക്ലീൻ ആക്കി മടുത്ത് കഴിയുമ്പോൾ എണീച്ചുകൊണ്ട് കാലുകൊണ്ട് സ്ക്രബ്ബർ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ചുറ്റും പുറം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ, അതായത് ഡൈനിങ് ഏരിയയുടെ അപ്പുറത്തെ സൈഡിലൊക്കെ നന്നായിട്ട് കറയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാനിത് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലെ ടൈലും നീറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് മാറ്റ് ഫിനിഷ് ആയിക്കോട്ടെ, അല്ലാത്ത ടൈലൊക്കെ ആയിക്കോട്ടെ, ബാത്റൂമിലൊക്കെ ആകുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ടൈലൊക്കെ ഇങ്ങനെ കറ പിടിച്ച് കറുകറൂന്ന് വരും. അപ്പോൾ അതിലും നമുക്ക് ഈ സെയിം മെത്തേഡിൽ ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല നീറ്റാവും. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതുപോലെ ബാത്റൂമിലൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ഇതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ചെറിയ മണ്ടത്തരം പറ്റിയതാണ് കേട്ടോ. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ക്ലീൻ ആക്കി ഡ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ഫ്ലോറിലുണ്ടല്ലോ, നമ്മൾ കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ട് പോലെ, അതായത് കാലിൻ്റെ പാട് ഇങ്ങനെ എടുത്തെടുത്ത് ഒരു പാണ്ട് പിടിച്ച പോലെ ഫീൽ ചെയ്യും കേട്ടോ. അത് അതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് അറിയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ഉപ്പ് മാറ്റിയിട്ട് കയ്യിൽ മണ്ണെണ്ണയോ അതുപോലെ തന്നെ പെട്രോൾ അങ്ങനെയൊക്കെയുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. ഉപ്പിന് പകരം കുറച്ച് മണ്ണെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. മണ്ണെണ്ണ ഇല്ലെങ്കിൽ പെട്രോളിൻ്റെ കുറച്ച് പെട്രോൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ വെള്ളത്തിൻ്റെ കൂടെ. അപ്പോൾ നല്ല നീറ്റായിരിക്കും. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് വെള്ളത്തിൽ കുറച്ച് മണ്ണെണ്ണ, ഒരു 3-4 ടീസ്പൂൺ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ. അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ തുടയ്ക്കാനുള്ള മോപ്പ് കൊണ്ടുവന്ന് കുത്തി ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് കറ പോവുക. ഈ മണ്ണെണ്ണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഞാനിപ്പോൾ ഈ ടൈമിൽ മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞു പോകുന്നത്, മണ്ണെണ്ണ ആക്ച്വലി നല്ല സംഭവം തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് മണ്ണെണ്ണ കിട്ടാനുള്ള സോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മണ്ണെണ്ണയുടെ കാര്യം അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ക്ലീൻ ആക്കിയാലും നല്ലതാണ്. ഇതുപോലെ ഞാൻ ഈ രീതിയിൽ ക്ലീൻ ആക്കിയാലും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുത്തപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ടൈലിൻ്റെ കളർ തന്നെയുണ്ടോ മാറി കേട്ടോ. ആ ടൈലിൻ്റെ കളർ നല്ല പ്യൂർ വൈറ്റായി വന്നപ്പോൾ ഉണ്ടല്ലോ, ആ റൂമിൻ്റെ അകത്ത് നല്ലൊരു വെട്ടം വെച്ച ഫീലാണ് കേട്ടോ. പിന്നെ എൻ്റെ കിച്ചൻ്റെ കളറാണെങ്കിലും കിച്ചൻ്റെ ടൈലിൻ്റെ കളർ കുറച്ച് ഡാർക്കാണ് കേട്ടോ. ഇവിടെ എത്ര അഴുക്ക് പിടിച്ചാലും ഇങ്ങനെ എടുത്ത് കാണിക്കില്ല. അപ്പോൾ എനിക്ക് വലിയ പണിയില്ല കേട്ടോ കിച്ചണിൽ എനിക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം എൻ്റെ ഫ്ലോറിൻ്റെ വൃത്തി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല, നന്നായിട്ട് തന്നെ നീറ്റായിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ഒട്ടിച്ച ചെറിയ ടൈലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ കറ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരച്ച് വൃത്തിയാക്കിയപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ കാണുന്നത് ഒറിജിനൽ കളറാണ്. ഇതിന് മുമ്പ്, അതായത് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഫ്ലോറിൻ്റെ കളർ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇപ്പം നല്ല നീറ്റായിട്ടുണ്ട്. നമ്മുടെ വീട് വൃത്തിയായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ്. നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ വൃത്തിയിൽ. നമ്മൾ ആരെയും കാണിക്കാനോ ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കേണ്ടത്. നമ്മളെ സന്തോഷിപ്പിക്കാനായിരിക്കണം നമ്മുടെ വീട് വൃത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നീറ്റായിരിക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനിരിക്കാനൊക്കെ പറ്റും. ഞാൻ ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടല്ലോ, എൻ്റെ ഫ്ലോർ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്ലോറിൻ്റെ കളർ എന്താണെന്നുള്ളത് കാണിച്ചു തന്നു. ആഫ്റ്റർ ഞാൻ ഈ ക്ലീനിങ്ങിന് ശേഷം നിങ്ങൾ ഈ വ്ലോഗ് കാണാണ്. അപ്പോൾ അതിൻ്റെ വൃത്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങൾ വീട് പണിയുന്നവരായിക്കോട്ടെ, ഇനി പണിയാൻ പ്ലാനിങ് ഉള്ളവരും ആയിക്കോട്ടെ, മാറ്റ് ഫിനിഷിൽ ഇതുപോലെ വൈറ്റ് കളർ ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് വൈറ്റ് തന്നെ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോസി ടൈപ്പിൽ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ മാർബിൾ, ഗ്രാനൈറ്റ് അതിൽ ചൂസ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതൊന്നും ചൂസ് ചെയ്യാണ്ട് മാറ്റ് ഫിനിഷ് വൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് ഇതുപോലെ വരച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇനി മറ്റൊരു വ്ലോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.